അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ആദ്യം സുഹറി ഉസ്താദിന്റെ ഒരു വീഡിയോ കേട്ട് നമുക്ക് അവസാനം കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ തിരിച്ചൊന്നും ട്രോളാൻ പോയിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്, ചിലപ്പോൾ മറ്റു മതങ്ങളെ വിമർശിച്ചിട്ടുണ്ട്, പക്ഷെ വ്യക്തികളെ പൊതുവെ അങ്ങനെ വിമർശനമൊന്നും ചെയ്യാറില്ല. നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനെ മനസ്സിലല്ലേ. ഇതാണ് ഫാദർ സോളമൻ, ഇപ്പോൾ മാരി ജോസഫാണ്. എന്തോ ആയിക്കോട്ടെ. ഇദ്ദേഹം എൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം എടുത്ത് വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്തു. ഞാൻ മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ്, ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളുടെ കലാപരിപാടികൾ വിജയിപ്പിക്കുന്നതിൽ 99% നമ്മുടെ കൗമാണെന്ന് ഓർത്തുകൊണ്ട് വേണം. ആർക്കും വേണ്ടാത്ത ക്രൈസ്തവ സമൂഹത്തിലേക്ക് പോയിട്ടും അവർക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാപട്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടതാണ്. ചാരിറ്റി എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അധിപനായി എല്ലാ കാലത്തും വിഹരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ മൃദുലതയുടെ സമഭാവനയുടെ മുഖത്തിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്രൂര മുഖമുണ്ടെന്ന് സ്വന്തം ഭാര്യ ജിജി മരിയോ പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ ആരും ട്രോളാറില്ല, ഒന്നും പറയാറില്ല. അതിന് ശേഷം ഒരു വാക്കും കൂടെ പറയുന്നുണ്ട്. വീഡിയോ ഇടുന്ന ഒരാളല്ല ഞാൻ, കാരണം ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നു. ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആരെയും ഒന്നും വേദനിപ്പിക്കാൻ കഴിയത്തില്ല. പാവം ഒരു ചിന്ത ഉള്ളത് കൊണ്ട് മനുഷ്യനെ അങ്ങനെ വേദനിപ്പിക്കാറില്ല. ഈ ചിത്രം ഇതാണ്, നോക്കിയേ. ഈ ചിത്രം കണ്ട, ഇതേ ക്ലോക്ക് വെക്കാൻ വേണ്ടി ആണയടിക്കാൻ നേരത്ത് ജിജി ചേച്ചി സ്റ്റൂളിൽ നിന്ന് തെന്നി മറിഞ്ഞു വീണപ്പം പറ്റിയ പാടാ. ഇവൻ തല്ലിയാണെന്ന് ലോകത്ത് ആർക്കും അറിയാൻ വയ്യത്. TV ബോക്സ് കൊണ്ട് അടിച്ച് തല പൊളിച്ച് അവർ കൊല്ലാക്കൊണ്ട് ചെയ്ത സ്വന്തം ഭാര്യനെ ഈ മനുഷ്യനാണ് വന്നിട്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ലെന്ന് ആളുകളുടെ മുമ്പിൽ. അപ്പം അങ്ങനെയൊക്കെ എല്ലാ കാലത്തും മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച ഫാദർ സോളമൻ മാരിയും ജോസഫ് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കപടമുഖം അഴിഞ്ഞു വീണു. ക്രൈസ്തവരും ഹൈന്ദവ സഹോദരി, ഈ നാട്ടിലുള്ള മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനും എതിരായ സമയത്ത് ഇനി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മളെന്ന് ഉപദേശിക്കുന്ന രൂപത്തിൽ ഉപദേശത്തിന്റെ കോലം പറയാൻ പറഞ്ഞത്. എന്ത് വിഷയത്തിലാണ് ഉപദേശിക്കാൻ വരുന്നത്? മാന്യന്മാർ പറയുകയാണെങ്കിൽ നമുക്കത് കേൾക്കാം. അങ്ങനെ അദ്ദേഹം ഉപദേശിക്കാൻ വന്നത് കേട്ടോണം. ആശയങ്ങൾ മാത്രമേ ഡിഫെൻഡ് ചെയ്യാറുള്ളൂ. ഇത് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ വിമർശിക്കുകയല്ല, ഇദ്ദേഹത്തിന്റെ ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയത്. എന്നെ ഇഷ്ടമാണ് മൂപ്പർക്ക്. എന്നോട് ദേഷ്യമൊന്നുമില്ല, എന്നോട് എന്റെ കൊണ്ടോ വലിയ ഇഷ്ടമാണ്. ലവ് യു ബോബി. ഇടക്കിടക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യം അദ്ദേഹം പറയുന്ന കണ്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടെന്നാ. സൂപ്പർ ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇനി ഇഷ്ടമാണെന്ന്. ലവ് യു ബേബി. അത്ര ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാ ആണോ? ആയിക്കോട്ടെ. ഇടക്കിടക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യം അദ്ദേഹം. എന്നിട്ട് എന്തുകൊണ്ടാണ് ചക്കര തുറന്ന് പറയണ്ടേ? ഇഷ്ടമാണെന്ന് തുറന്ന് പറയണം. ഇങ്ങനെ ഒന്നും പറയല്ലേ, ദേഷ്യം വരും. ഇഷ്ടം തോന്നി ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ അതേ സമയത്ത് അൻസാരി സുഹരി എന്ന സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭാരതത്തിൽ ജനിച്ചതാണെന്ന എന്റെ വിശ്വാസം. എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഇപ്പൊ ഞാൻ സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. വല്ല പ്രശ്നമുണ്ടാ? ഭാരതത്തിൽ ജനിച്ചില്ലെന്ന് വിചാരിക്കുക. സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. വല്ല പ്രശ്നമുണ്ടാ? പ്രശ്നമുണ്ടെങ്കിൽ പറയണേ. ഇരിക്കുന്ന ഭാരതത്തിലാണ്. ആലപ്പുഴക്കാരൻ ഇടക്കിടക്ക് പറയുന്നുണ്ട്. അത് ഞാൻ ആലപ്പുഴക്കാരനാണ്. എനിക്കതിനകത്ത് വലിയ ആത്മഹർഷമാണ്. ആലപ്പുഴക്കാരനാണ് ഞാൻ. ഭാരതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. അത് ആരെങ്കിലും ഔദാര്യം കൊണ്ടാണ്. ഇവിടെ ഫാദർ സുലൈമാനെ, ആരെങ്കിലും ഔദാര്യം കൊണ്ടാണ്. അത് എന്റെ അവകാശമാണ്. ഈ ഇന്ത്യയിൽ ജനിച്ച എന്റെ അവകാശം. അത് ആരുടെ ഔദാര്യമല്ല. ഭാരതത്തിന്റെ കറൻസി, അതായത് ഈ രാജ്യത്തിന്റെ നോട്ട്, ആ നോട്ടിനെ പരസ്യമായി അവഹേളിച്ചെങ്കിൽ തൂക്കിക്കൊള്ളണം. ഭാരതത്തിന്റെ നോട്ടിനെ സുഹൃസ് അവഹേളിച്ചെങ്കിൽ സുഹൃസ്ഥാനം മരണം വരെ തൂക്കിക്കൊള്ളണം, അല്ല ജയിലടക്കണം. അത്ര മോശപ്പെട്ട പണി അദ്ദേഹം കാണിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കുറ്റമാണ്. എന്താ ചെയ്യാ? പറഞ്ഞത് നിങ്ങളുടെ മക്കള് മുറ്റത്ത് അപ്പിയിടുമ്പോ ഈ സാധനം കൊണ്ട്, അതായത് 500 രൂപയുടെ നോട്ട് കൊണ്ട് 500 രൂപ ഉണ്ടെങ്കിൽ 5 ദിവസം സുഖമായി സുഭിക്ഷമായി ജീവിക്കും. 5 ദിവസം 500 ഉണ്ടെങ്കിൽ 5 ദിവസം സുഭിക്ഷമായി ജീവിക്കാന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കണം. 500 രൂപ വേണ്ട, സ്വന്തം ഭാര്യക്ക് 100 രൂപ എങ്കിലും ചെലവിന് കൊടുക്കടാ സുലൈമാനെ. 500 രൂപ വേണ്ട, 300 രൂപ എങ്കിലും ഭാര്യക്ക് ചെലവിന് കൊടുത്തിട്ട് പറയടാ 500 രൂപയുടെ കാര്യം. ഞങ്ങളുടെയൊക്കെ സ്വന്തം ഭാര്യ ഞങ്ങളുടെയൊക്കെ കൂടെ തന്നെ ഉണ്ടടാ. ഞങ്ങൾ 500 1000 ഒക്കെ ചെലവിന് കൊടുക്കുന്നുണ്ട്, മക്കൾ നോക്കുന്നുണ്ട്, കുടുംബമായിട്ട് സന്തോഷം ജീവിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയെ TV ബോക്സിന് അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി അവളിപ്പോൾ ചെലവിന് സ്വന്തം ജീവിക്കാൻ വേണ്ടി അച്ചാർ കച്ചവടം നടത്തുകയാണ്. ആ പാവപ്പെട്ട സ്ത്രീ. അവൻ 500 രൂപ ഉണ്ടെങ്കിൽ 50 ദിവസം കൊടുത്തു വന്നു. നിങ്ങൾ 500 രൂപ അതുപോലെ എടുക്കരുത്, അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. ഇല്ല, നിനക്ക് തരാം.
തന്നെ സകാത്തായിട്ടോ സദക്കയായിട്ടോ ഉപയോഗിക്കണം എന്നൊരു ഞങ്ങൾ സക്കാത്ത് സദക്കൊക്കെ ഞങ്ങളുടെ സംവിധാനത്തിലുള്ളതല്ലേടാ. നിനക്ക് അങ്ങനത്തെ സംവിധാനം വല്ല ഉണ്ടാ? ഞങ്ങൾ മുസ്ലിമീങ്ങൾക്കല്ലേ അങ്ങനെ സദക്കയും സക്കാത്തും ഒക്കെ സംവിധാനങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സക്കാത്തുണ്ടാ? അവകാശം പറയാനുണ്ടാ? ഇല്ലല്ലോ. രണ്ടാമത് ഞാൻ പറഞ്ഞ ബാക്കി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടേ. ഇനി അദ്ദേഹം എന്ത് വിഷയത്തിൽ വിമർശിക്കുന്നറിയോ? ഈ 500 രൂപയുടെ അപ്പിയുടെ വിഷയം പറഞ്ഞല്ലോ. ഇനി ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി എന്തിനെ കുറിച്ചാണ് ആ പറഞ്ഞതെന്ന്. വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തില് 5000 കോടിക്കും 10000 കോടിക്ക് ഇടയ്ക്കാണ് മത്സ്യ വിപണി എക്സ്പോർട്ട് അടക്കം. അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈയാളുന്നു. 20000 കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ടും അവർ കൈയടക്കുന്നു. എന്റെ പൊന്നെണ്ണ എന്തൊരു കഷ്ടമോ ഇത്. ഞങ്ങൾക്ക് നല്ല വീട് മേടിക്കാൻ പറ്റത്തില്ല, നല്ല കച്ചവട സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല, നല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, നല്ല മക്കളെ ഉത്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോ പൈസ ചെലവാക്കത്തില്ല, നല്ല ആഹാരവും കഴിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇത് കണ്ടില്ലേ, ഇതല്ലേ മണി. ഞങ്ങൾ വീട്ടിലെ കൊച്ചുങ്ങൾ മുറ്റത്ത് അപ്പിയിടുമ്പോൾ ഇതുകൊണ്ട് കോരിക്കളയാം. കാരണം ഇതിനിപ്പോ ഇനി ഉപയോഗമില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് കൂട്ടി വെച്ചേക്കാം. എന്റെ പൊന്നെണ്ണ, ഇത് ഉള്ളവൻ ഇത് വീണ്ടും കളത്തിലിറക്കി കച്ചവടത്തിലിറക്കി പൈസ ഉണ്ടാക്കും. ഇപ്പൊ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? മുസ്ലിം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല, ലാൻഡ് വാങ്ങാൻ പറ്റത്തില്ല, ഒരു വ്യവഹാരങ്ങളിൽ ഇടപെടാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഇടപെട്ടാൽ അത് ജിഹാദായി മാറും. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നോട്ട് എന്നുള്ളത് നമുക്ക് വ്യവഹാരം ചെയ്യാനുള്ളതാണ്. നമുക്കത് മാർക്കറ്റിലിട്ട് കച്ചവടം ചെയ്ത് അത് ഇരട്ടിപ്പിക്കാനുള്ളതാണ് പൈസ എന്നുള്ളത്. അല്ല എന്ത് ചെയ്യണം? കൊച്ചുകുട്ടികളുടെ മാലിന്യം കോരി കളയാനുള്ളതാണോ? ആണോ എന്നുള്ളതാണ് ചോദ്യം. എന്തോ സുലൈമാനോ ആണോ എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞ മനസ്സിലായ? അതുകൊണ്ട് ഈ സൈസ് ഉടായ്പം തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബഹുസ്വര സമൂഹം ഇവിടെ ഉണ്ടെന്നും ആ ഉത്തമ ബോധ്യത്തിലൂടെയാണ് എല്ലാ കാലത്തും സംസാരിച്ചിട്ടുള്ളത്. അവൻ വേറൊരു സംഗതി പറഞ്ഞു, അതും കൂടെ ഒന്ന് കേൾപ്പിച്ചിട്ട് പോവാം. ഇല്ലാത്തവനെ ഇത് ഈ മണി നോക്കിയാണ്, ഈ മണിയുള്ളവൻ ഇതിട്ട് മണി ഉണ്ടാക്കും, ഈ മണിയുള്ളവൻ ഈ മണിയുടെ പിന്നാലെ പോകും. മണീനെ മനസ്സിലായ? ഒരർത്ഥത്തിൽ ഏറ്റവും ഓൾഡസ്റ്റ് സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം. ഇന്ത്യ ഷുഡ് ബി എന്നാണ് ഞാൻ കാരണം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ സഞ്ചരിച്ചാൽ എന്താ സംഭവം അറിയോ? അപ്പൊ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യമാണ്. തുണി കൊടുക്കാൻ നടന്നാൽ ഇതൊക്കെ രാജ്യത്തിന്റെ വൈവിധ്യമാണെന്ന് പറഞ്ഞത്. എങ്കിൽ മാരി ജോസഫ് തുണി കൊടുക്കാത്ത മാത്രമല്ല, മനുഷ്യന്റെ മാംസം തിന്നുന്ന ഒരു വൈവിധ്യം നമ്മുടെ നാട്ടിലുണ്ട്. തലയോട്ടിയിൽ വെള്ളമൊഴിച്ച് കുടിക്കുന്ന ഒരു വൈവിധ്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളണമെന്ന് പറയുന്ന ഇതൊക്കെ. അതുപോലെ ദേവദാസി സമ്പ്രദായം ഇപ്പോഴും കർണാടകയുടെ ഉൾഗ്രാമങ്ങൾ നിലനിൽക്കുന്നില്ലേ? എന്താ വേഷവൃത്തിയല്ലേ? ഈ വൈവിധ്യങ്ങളൊക്കെ ഉൾക്കൊള്ളണം. നീ അങ്ങ് ഉൾക്കൊണ്ടാൽ മതി. ആ സംസ്കാരം നിങ്ങളങ്ങ് ഉൾക്കൊണ്ടാൽ മതി. ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ താല്പര്യമില്ല. ഞങ്ങൾ വൈവിധ്യമായി കാണുന്നതെല്ലാം മാനവികമായ വൈവിധ്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സംസ്കാരശൂന്യമായ കാര്യങ്ങളെയൊക്കെ സംസ്കാരം എന്നുള്ള പേരിൽ, വൈവിധ്യം എന്നുള്ള പേരിൽ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. ഞാൻ എൻ്റെ ബോധ്യവും എൻ്റെ നിലപാടുമാണ് പറഞ്ഞത്. അപ്പൊ സോളമ അടുത്ത വാ, അപ്പൊ ബാക്കി ഞാൻ പറയാം. അൻസാർ സുഹരി ഉസ്താദ് മുമ്പ് കാലത്തൊക്കെ ഞാനൊരു ദാരിമിയാണ്, പിന്നെ ക്രൈസ്തവ മതത്തിന് ആകൃഷ്ടനായി പിന്നെ അങ്ങോട്ട് പോയി യഥാർത്ഥ മതം ക്രൈസ്തവ മതമാണ് എന്ന രീതിയിലൊക്കെ ഇസ്ലാമിനെ പരിഹസിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെല്ലാം കൂടുതലും സ്നേഹം മാത്രം പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന സ്നേഹത്തിൻ്റെ കഥകളും ആരോട് വെറുപ്പ് വിദ്വേഷമില്ലാത്ത രീതിയിലുള്ള പ്രഭാഷണങ്ങളൊക്കെ കേട്ടവരാണ്. ഇന്ന് അൻസാർ സുഹരി ഉസ്താദ് ഒരു മറുപടി കൊടുത്തപ്പോഴേക്കും ആളലകിയപ്പോൾ ഇപ്പോൾ മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അൻസാർ ഉസ്താദിൻ്റെ മറുപടി ചുറ്റ മറുപടിയാണ്. ആ മറുപടിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ആ മനുഷ്യൻ ചെയ്ത ഒരു പ്രവൃത്തി വല്ലാത്ത വേദനിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ഷേപ്പ് പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ശരീരം അല്ലേ, അതിനെ പരിഹസിക്കുന്നത്, അതിനെക്കുറിച്ച് എന്തെല്ലാം പറയുന്നത്, തീർച്ചയായും അത് സൃഷ്ടാവിനെ പരിഹസിക്കലാണ്. ഞാനങ്ങനൊന്നും പരിഹസിക്കുന്ന ആളൊന്നും അല്ല. കാരണം ദൈവം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നില്ല എന്ന് അതിന് കൃത്യമായി മറുപടി നൽകുന്നതിന് പകരം ഉസ്താദിൻ്റെ നിറത്തെക്കുറിച്ചും പലതിനും കുറിച്ചും വളരെ മോശമായ രീതിയിൽ പറയുന്ന ഒരു വീഡിയോ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം മനസ്സിൽ ഇതുവരേക്കും ആ വർഗീയത ഇങ്ങനെ പിടിച്ച് സഹിക്കാൻ പറ്റാത്തപ്പോൾ പൊട്ടിയിറങ്ങിയതാണ് ഈ ഒരു സുലൈമാൻ. ഫാദ്രി അല്ല എന്ന് പറയുന്നുണ്ട്, ഫാദ്രി എന്ന് പറയുന്നുണ്ട്. എനിക്കാരാണ് ഫാദ്രി തന്നതെന്ന് ചോദിക്കുന്ന പല വീഡിയോ നിങ്ങളൊക്കെ കണ്ടവരായിരിക്കാം. ഒരു മനുഷ്യൻ്റെ ആ വിഷയപരമായ വിഷയത്തിൽ മറുപടി നൽകുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ നിറത്തെക്കുറിച്ച് പല രീതിയിൽ, യഥാർത്ഥത്തിൽ ഒരാൾ നോക്കുന്നത് ഒരു മനുഷ്യൻ്റെ നിറമോ കോലമോ അല്ല. ഒരു ഉസ്താദാവട്ടെ ആരാകട്ടെ, അദ്ദേഹത്തിൻ്റെ നാവിലൂടെ വരുന്ന അറിവുകളാണ്. അതല്ലേ നാം നോക്കേണ്ടത്, അതിനല്ലേ പ്രാധാന്യം നൽകേണ്ടത്.
അതിന് പകരം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അതിന് മറുപടി നൽകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അശ്ലീലമായ വളരെ മോശമായ പദങ്ങൾ പറഞ്ഞുകൊണ്ട് കൊഞ്ഞനെ കുത്തുന്ന ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളൊക്കെ കണ്ടവരായിരിക്കാം. അതാണോ പഠിപ്പിക്കുന്നത്? നാം മനസ്സിലാക്കേണ്ട ഏത് മതവും ഇത്തരത്തിലുള്ള പരിഹാസവും പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഇയാളെ വിമർശിക്കുമ്പോൾ വല്ലാത്ത വേദന ഉള്ളത് ഇത് മൊത്തം ക്രൈസ്തവരെ ഇതുപോലത്തെ ആളുകളെ മനസ്സ് വേദനിക്കാൻ പാടില്ല. കാരണം എല്ലാവരും ഇതുപോലെയല്ല. മറുപടി നൽകാൻ പറ്റുന്നില്ലെങ്കിൽ വിമർശിക്കാൻ പാടില്ല. മറുപടി നൽകാൻ പറ്റുന്ന ഉസ്താദ് ചെയ്ത ഒരു വീഡിയോനെ കുറിച്ചാണ് ഈ മനുഷ്യൻ ഇത്രയും. കാരണം അവസാനം മറുപടി കിട്ടാതിരിക്കുമ്പോൾ നാമൊക്കെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വരെ ഈ വിഷയത്തിൽ കൊണ്ടുവന്ന് വളരെ പരിഹാസമായ രീതിയിൽ എന്നെ സംസാരിപ്പിക്കാൻ കാരണമായ അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ്. അതിന് നിസാർ ഉസ്താദ് മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ഇയാൾക്ക് മറുപടി കൊടുക്കാൻ പോകുന്നത്. കാരണം ആകെ മാനസികമായി തളർന്നിട്ടാണുള്ളത്. ഒരു ഭാഗത്ത് ഭാര്യ ഒഴിവാക്കിപ്പോയി, മറ്റൊരു ഭാഗത്ത് കുടുംബമില്ല, മക്കൾ ഒന്നും ഈ വലിയ പ്രയാസത്തിലും വീണ്ടും ഞാൻ അയാൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ചെറിയ മറുപടി കൊടുക്കുമ്പോഴേക്ക് അതിനെ തരണം ചെയ്യാൻ കഴിവില്ലാത്ത ഒരാൾക്ക് വീണ്ടും കൊടുക്കുമ്പോൾ അത് മാനസികമായി വലിയ പ്രശ്നത്തിലേക്ക് എത്തുമെന്ന് കൃത്യമായി ഉസ്താദ് പഠിച്ചു. ഉസ്താദ് മനസ്സിലായത് കൊണ്ട് മറുപടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉസ്താദ് കൊടുത്ത ഓരോ മറുപടി വളരെ കൃത്യമായിരുന്നു. നമുക്ക് മനസ്സിന് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്കുകൾ പറയുമ്പോൾ അതേ സമയത്ത് ഒരു നാം പറഞ്ഞ വിഷയത്തിന് വിമർശിച്ചുകൊണ്ട് അതിലൊരു വീഡിയോ ചെയ്യുമ്പോൾ അതേ രീതിയിൽ അതിലേക്ക് മറുപടി പറയുന്നതിന് പകരം അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിന് അള്ളാഹു നോക്ക് സൃഷ്ടാവ് എന്നൊക്കെ പറയുന്നു. സൃഷ്ടി മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ്, അതുകൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ നോക്കൂ, മനുഷ്യൻ്റെ ശരീരം എന്നുള്ളത് അത് അള്ളാഹു നൽകുന്നതാണ്. അത് അള്ളാഹു നൽകുന്നൊരു ഗിഫ്റ്റാണ് അല്ലേ? അത് നാം ഉണ്ടാക്കിയെടുക്കുന്നതൊന്നും അല്ലല്ലോ, അത് അള്ളാഹു നമുക്ക് നൽകുന്നതാണല്ലോ. ഇതങ്ങനെയല്ലല്ലോ. സ്വഭാവം എന്നുള്ളത്, കാരണം അദ്ദേഹത്തിൻ്റെ നിരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ജനങ്ങൾ മൊത്തം മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? ഇതുവരെയൊക്കെ സ്നേഹം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടത്, ഇങ്ങനെ പല രീതിയിലും ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ കൊണ്ട് പലരും കുടുങ്ങി. അവസാനം പിന്നെ ഭാര്യയും ഇയാളും പിരിഞ്ഞു പോയപ്പോഴാണ് മനസ്സിലായത് ഇത് വീഡിയോയിൽ മാത്രമായിരുന്നു, അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരമുള്ള സ്നേഹം ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഇതുവരെയൊക്കെ പൊട്ടന്മാരാക്കി എന്ന് മനസ്സിലാക്കി ക്രൈസ്തവ മതത്തിൽപ്പെട്ടവർ തന്നെ അദ്ദേഹത്തിനെതിരായി തിരിഞ്ഞ വീഡിയോസൊക്കെ നാം കണ്ടവരാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഞാൻ യഥാർത്ഥ മനുഷ്യൻ ഇങ്ങനെയാണ് ഭാര്യയുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഞാൻ യഥാർത്ഥത്തിൽ വീഡിയോയിൽ പറയുന്ന പോലെയുള്ള സ്നേഹിക്കുന്ന ആളൊന്നുമല്ല, ഞാൻ ക്രൂര സ്വഭാവക്കാരനാണ് എന്ന് ഭാര്യയുടെ മുമ്പിൽ തെളിയിച്ചു. സമൂഹത്തിന് മുമ്പിൽ ഒരു അംഗീകാരം ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ തെളിയിച്ചു. ഞാൻ കൃത്യമായ മനുഷ്യനൊന്നുമല്ല, മനസ്സിൽ വർഗീയ വിഷവിത്തുക്കൾ പാകിയെന്ന് ജീവിക്കുന്ന മനുഷ്യനാണ് എന്ന് വളരെ കൃത്യമായി എല്ലാവരും മനസ്സിലാക്കി. നോക്കൂ, നമുക്കൊരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അതിന് മറുപടി പറയുന്നതിന് പകരം ഒരിക്കലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നാം ചെയ്യുന്നത് ഏത് മതവും അംഗീകരിക്കുന്നില്ല. ഒരിക്കലും പരിഹാസത്തെ ഒരാളും അംഗീകരിക്കുന്നില്ല, ഏത് മതവും അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ഒരുപാട് ക്രൈസ്തവ മതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ക്രൈസ്തവ മതത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മനുഷ്യരെന്തെങ്കിലും ഇങ്ങനെ വിമർശനവുമായി വരുമ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എങ്കിൽ അവരെ പരിഹസിച്ചുകൊണ്ട്, അവരെ സമൂഹത്തിലെ മോശമായി അശ്ലീലമായ പദങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ അമർത്തണമെന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറയുന്നുണ്ടോ? നമുക്ക് ക്രൈസ്തവ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചവർ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്തും കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും ബഹുമാനിക്കാൻ വേണ്ടി എല്ലാ മതസ്ഥരോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ പഠിപ്പിച്ച മതമാണ്. എന്നിട്ട് ഇയാൾ ആദ്യ കാലഘട്ടത്തൊക്കെ ഞാൻ വലിയ ധാരിമിയാണെന്ന് പറഞ്ഞുകൊണ്ട്, കാരണം പിന്നെ ഞാൻ ഖുർആൻ ഇങ്ങനെ പഠിച്ചു, എനിക്ക് യഥാർത്ഥ ദൈവം ആരാണ് അറിയണമെന്നിങ്ങനെ പഠിച്ചു പിന്നെ ഞാൻ മനസ്സിലാക്കി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി യഥാർത്ഥ ദൈവം അത് ക്രൈസ്തവ മതമാണ് എന്ന രീതിയിലൊക്കെ പൊട്ടത്തരങ്ങളെന്ന് പറഞ്ഞാൽ പൊട്ടത്തരങ്ങൾ പറഞ്ഞപ്പോൾ അതിന് ഒരുപാട് ഉസ്താദന്മാർ വിമർശിച്ച് മറുപടിയൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, അൻസാർ സുഹൂർ ഉസ്താദ് വളരെ മറുപടി, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അത് നാം കാണേണ്ടതാണ്. ആ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിക്മത്തും ഇൽമും വലിയ എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകളിൽ അദ്ദേഹം നൽകുന്ന മറുപടി വളരെ മാന്യമായ രീതിയിലാണ് നൽകേണ്ട രൂപത്തിൽ, ഏത് രൂപത്തിൽ പറയുന്ന ആ രൂപത്തിൽ അദ്ദേഹം മനുഷ്യരെ മോശമായി ഒന്നും പറയാതെ, അതുപോലെ അവർക്കുള്ള നിരത്തെക്കുറിച്ചൊന്നും പറയാതെ മറുപടി പറയേണ്ട രീതിയിൽ അദ്ദേഹം പറയുന്ന ഒരു മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ കൃത്യമായ മറുപടി തന്നെയാണ് കൊടുത്തത്. അതിന് മറുപടി കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഈ വളരെ പരിഹാസമായിട്ട് വന്നുകൊണ്ട്
ഈ പറയുന്ന. ഇതിൽ കൂടുതൽ മുസ്ലിമുകളാണ് ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നാണ് സുഹരി ഉസ്താദിൻ്റെ ആ വാക്കിൽ കേൾക്കുന്നത്. ഒരിക്കലും നാം കണ്ടുപോകരുത്. പിന്നെ വീണ്ടും വീണ്ടും മറുപടി ആകുമ്പോൾ, കാരണം എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പോയാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കൃത്യമായി മറുപടി നൽകാനൊന്നും പറ്റൂല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സമുദായത്തെ ഇത്തരക്കാരുടെ ആളുകളുടെ വഞ്ചനയിൽ നിന്ന് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.